ഓൺലൈൻ പാപ്പരാസികൾക്ക് മുന്നറിയിപ്പുമായി ഇന്ന് പേരാമ്പ്ര MLA ഫാത്തിമ തഹ്ലിയ രംഗത്തെത്തി. പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ എന്ന പേരിൽ പാപ്പരാസികൾ പ്രശ്നം സൃഷ്ടിക്കുന്നുവെന്നും സ്വകാര്യ സംഭാഷണങ്ങളും ദൃശ്യങ്ങളും പകർത്തി വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് MLA ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത്. പാപ്പരാസി വീഡിയോകൾ PR എന്ന പ്രചാരണം തെറ്റാണ്. ശല്യം തുടർന്നാൽ നിയമ നടപടിയെന്നും ഫാത്തിമ തഹ്ലിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സലിം കുമാറിന്റെ സംസ്കാര ചടങ്ങിലടക്കം ഉയർന്ന വിമർശനങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്നുണ്ട്. അപ്പോൾ ഈ പാപ്പരാസികൾക്ക് ഒരു പൂട്ടു വേണ്ടേ എന്ന് നമ്മൾ പൊതുജനങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത് എന്ന് കേൾക്കാം. സാമൂഹ്യ മാധ്യമങ്ങളിലെ റീച്ചിനായി മനുഷ്യരുടെ സ്വകാര്യതയും മനുഷ്യനെയും ശല്യപ്പെടുത്തുന്ന ഓൺലൈൻ പാപ്പരാസികളെ പൂട്ടിടേണ്ട സമയം അതിക്രമിച്ചോ? പൊതുജനങ്ങളോട് ചോദിക്കാം. ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്വകാര്യതയിൽ കൈയിടാണെങ്കിൽ അത് ചെയ്യണം. ബിക്കോസ് ഇപ്പോൾ റീസെന്റ് പറഞ്ഞ പോലെ സലീം കുമാറിന്റെ വിഷയം ഉണ്ടായ സമയത്ത് അത് ഭയങ്കര മോശമായി പോയെന്ന് എൻ്റെ അഭിപ്രായം. ബിക്കോസ് വേറൊന്നുമല്ല, അങ്ങനെ ഒരാളെ സ്വകാര്യതയിൽ ഇടപെടാൻ പാടില്ലല്ലോ. ബിക്കോസ് അങ്ങനത്തെ ഒരു മരണം നടക്കുന്ന സമയത്ത് അല്ലല്ലോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം. അതൊക്കെ ഒരു പരിസരബോധം വേണമെന്നുള്ളൊരു സംഭവമല്ല, അതൊരു കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. അങ്ങനത്തെ ആൾക്കാർ ചില കണ്ടന്റ് കേസ് നല്ലതായിട്ടാണ് ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത്. പക്ഷെ ചില ആൾക്കാർ മാത്രമേ ഇങ്ങനെ പ്രശ്നമുള്ളൂ. ആക്ച്വലി ചില സിറ്റുവേഷൻസിലൊക്കെ നല്ലതാ, മീൻസ് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അങ്ങനെ. പക്ഷെ ഒരുപാട് പ്രൈവസി മീൻസ് ഒരാളെ പ്രൈവസി എന്ന് പറയുന്നത് വെച്ചാൽ അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ. സോ മീൻസ് അവർക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഓക്കെ ഇല്ലാത്ത ചില സിറ്റുവേഷൻസിലൊക്കെ എടുക്കുന്നത് മോശമാണ്. ഒരു പ്രൈവസിയിലേക്ക് കയറി ചെല്ലുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഏത് വിഷയമാണെങ്കിലും ഒരാളെ പെർമിഷൻ ഇല്ലാതെ അതിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല, അതേത് സെക്ഷൻ ആയാലും. അല്ല, അതൊക്കെ ഭയങ്കര മോശമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറണം. അങ്ങനെ നിയമ നടപടിയൊക്കെ സ്വീകരിക്കേണ്ട അത്യാവശ്യമല്ലേ? അത്യാവശ്യമാണ്. സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറണം, അത്രേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ സ്വകാര്യത്തിൽ എന്തിനാണ് നമ്മൾ കൈകടത്തുന്നത്? നമ്മുടെ കാര്യം നോക്കി നടക്കുക. മറ്റുള്ള സ്വകാര്യത്തിലേക്ക് നമ്മൾ കൈകാര്യം ഒരാവശ്യമില്ല. അത് കാരണം അവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് അത് വേറെ അല്ലേ. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളൊരു സ്ട്രെസ്സായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു, അതായത് ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മരണാവസ്ഥയിലൊക്കെ നമ്മളൊരു കയറി ചെന്ന് അവിടെ നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ബ്ലോഗർ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. സത്യസന്ധമായിട്ട് പാടില്ല. അത് ഓരോ താല്പര്യത്തിനനുസരിച്ച് എടുക്കണം. അതായത് ഓരോ അവകാശം ഇല്ലാതെ ഇല്ലാതെ എടുക്കാൻ പാടില്ലല്ലോ. അല്ല, ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. നമ്മൾ അതേപോലെ സലീം കുമാറിൻ്റെ ആ ഒരു പ്രശ്നം അതുപോലെ വ്യക്തിപരമായ ഒരു കാര്യമല്ലേ, അതിങ്ങനെ വല്ലാതെ ഇതാക്കുമ്പോൾ അവർക്ക് എത്ര പ്രശ്നം ഉണ്ടാവും. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലോട്ട് ഇടപെട്ട് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതാണ്. അല്ലാത്ത രീതിയിൽ കണ്ടന്റ് ക്രിയേഷൻ നല്ലതാണ്. അപ്പം മറ്റേ വ്യക്തികളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നല്ല മാന്യമായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് വേണമെന്ന് തന്നെയാണ്. പിന്നെ മറ്റുള്ളവരുടെ പ്രൈവസിയിലോട്ട് ഇടപെടാത്ത രീതിയിൽ അത് അവർ തന്നെ കുറച്ചും കൂടെ അതിനകത്ത് അവർ തന്നെ സ്വയമാകണം. സ്വകാര്യത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇതൊന്നും പാടില്ല. ജനങ്ങളുടെ സ്വകാര്യതയിൽ കൈകടത്തുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരെ തളച്ചിടേണ്ട സമയം അതിക്രമിച്ചു. മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കണ്ടന്റ് ഉണ്ടാക്കാമെങ്കിലും അത് ആർക്കും ശല്യമായി മാറരുതെന്നാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.